إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وهو الذي جعل الليل والنهار خلفة لمن أراد أن يذكر أو أراد شكورا സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരീ സഹോദരങ്ങളെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം ഉൾക്കൊണ്ട് തഖ്വയോടുകൂടി ഇഖ്ലാസോടുകൂടി ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ആയുസ്സിൽ നിന്ന് ഒരു വർഷം കൂടി കൊഴിഞ്ഞു പോവുകയാണ്. ഇസ്ലാമിക കലണ്ടർ പ്രകാരം ഒരു പുതിയ വർഷത്തിലേക്ക്, അഥവാ ഹിജറ 1445 പിന്നിട്ട് 1446 പ്രവേശിക്കാനിരിക്കുകയാണ്. പവിത്രമായ ഒരു മാസത്തിൽ നിന്ന് മഹിതമായ മറ്റൊരു മാസത്തിലേക്കാണ് നമുക്ക് പ്രവേശിക്കാനുള്ളത്. മഹാനായ ഹസനുൽ ബസ്വരി റഹിമഹുല്ല പറയുകയുണ്ടായി, ഇന്നല്ലാഹ ഇഫ്തതഹ സന ബിശഹരി ഹറാം, ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു ഇഫ്തതഹ സനത ബിശഹരിൻ ഹറാം, പവിത്രമായ ഒരു മാസം കൊണ്ടാണ് വർഷം അല്ലാഹു ആരംഭിച്ചിട്ടുള്ളത്. വഖതമഹ ബിശഹരിൻ ഹറാം, പവിത്രമായ ഒരു മാസം കൊണ്ടാണ് ഓരോ വർഷവും അവസാനിക്കുകയും ചെയ്യുന്നത് എന്ന് ഹസനുൽ ബസ്വരി റഹിമഹുല്ല പറയുകയുണ്ടായി. സഹോദരങ്ങളെ, ജീവിതത്തിൽ നിന്ന് ഓരോ ദിവസവും കഴിഞ്ഞു പോകുമ്പോൾ അത്രയും നാം മരണത്തിലേക്ക് അടുത്തിരിക്കുകയാണ് എന്ന ബോധം നമുക്കൊരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. വിശ്വാസികളായ നമ്മൾ ജീവിതത്തിൽ നിന്ന് ഓരോ ദിവസവും, ആഴ്ചയും, മാസവും, വർഷവുമൊക്കെ പിന്നിടുമ്പോൾ പരലോക യാത്രയ്ക്കു വേണ്ടി, പാരത്രിക വിജയത്തിനു വേണ്ടി എന്ത് ഒരുക്കങ്ങളാണ് തയ്യാറാക്കി വച്ചിട്ടുള്ളത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഭൗതിക കാര്യങ്ങൾ തീർക്കാൻ വേണ്ടി മാത്രമായിരുന്നോ നമ്മുടെ സമയം ചെലവഴിച്ചത് എന്ന് ഒരു ആത്മപരിശോധനയ്ക്ക് ഈ സന്ദർഭത്തിൽ നാം ഓരോരുത്തരും മുതിരേണ്ടതുണ്ട്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ സുപ്രസിദ്ധമായ, പലതവണ നാം കേട്ട ഒരു വാചകമാണ് ഇർതഹലത്തിദ് ദുനിയാ മുദ്ബിറ. ജനങ്ങളെ, ഇഹലോകം നിങ്ങളിൽ നിന്ന് പിന്നിലേക്ക് പോവുകയാണ്. വർതഹലത്തിൽ ആഖിറത്തു മുഖ്ബില, പരലോകം നിങ്ങളുടെ മുന്നിലേക്ക് അടുത്തടുത്ത് വരികയാണ്. വലികുല്ലി വാഹിദത്തിൻ മിൻഹുമാ ബനീൻ, ഇഹലോകത്തിനും പരലോകത്തിനും അതിൻ്റെതായ ചില ആളുകളുണ്ട്. ഫകൂനു മിൻ അബ്നാഇൽ ആഖിറ, നിങ്ങൾ പരലോകത്ത് വിജയിക്കുന്ന ആളുകളാകാൻ പരിശ്രമിക്കണം.
വലാ തകൂനു മിൻ അബ്നാഇ ദുനിയ, നിങ്ങൾ വെറും ഒരു ദുനിയാവിൻ്റെ ആളുകളായി മാറരുത്. ഫഇന്നൽ യൗമ അമലുൻ വലാ ഹിസാബ്, ഇഹലോക ജീവിതത്തിലെ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രവർത്തനങ്ങൾക്കുള്ള ദിവസങ്ങളാണ്. ഇവിടെ നമ്മെ ആരും വിചാരണ ചെയ്യുകയില്ല. വഗദൻ, എന്നാൽ നാളെ ഹിസാബ്, വിചാരണയുടെ നാളാണ്. വലാ അമലുൻ, ഒരു അമല് പോലും അധികമായി ചെയ്യാൻ അവിടുന്ന് സാധിക്കുകയില്ല. അമല് ചെയ്യാൻ കിട്ടുന്ന ഈ അവസരം ഉപയോഗപ്പെടുത്തുകയും വിചാരണയുടെ നാളിൽ വിജയിക്കാൻ ആവശ്യമായി ഒരുങ്ങുകയും ചെയ്യണമെന്നാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നത്. സഹോദരങ്ങളെ, നാം നമ്മുടെ തന്നെ ജീവിത നിലപാടുകളൊന്ന് പരിശോധിച്ച് നോക്കൂ. നമുക്ക് പ്രായമായി, പല രോഗങ്ങളും വന്നു തുടങ്ങി, ക്ഷീണം വിട്ടുമാറാതെയായി, പഴയ പോലെ പലതിനും കഴിയുന്നില്ല, ഇനി അധികമൊന്നും ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നൊക്കെ നമുക്കറിയുമെങ്കിലും നമ്മുടെ മനസ്സ് അത് അംഗീകരിക്കുന്നുണ്ടോ? നമുക്ക് പ്രായമായി എന്ന്, മരണത്തിന് മുഖാമുഖം കണ്ടു നിൽക്കുകയാണ് എന്ന് നമ്മുടെ മനസ്സ് അംഗീകരിക്കുന്നുണ്ടോ? ഇല്ലെന്നു മാത്രമല്ല, നമുക്ക് ഉള്ള വയസ്സ് തന്നെ കുറച്ചാണ് എന്ന് തോന്നിപ്പിക്കാനുള്ള മാർഗങ്ങളാണ് നമ്മൾ അവലംബിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു 40 വയസ്സുകാരനോട് നിനക്ക് 45 കഴിഞ്ഞോ 50 കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ അവൻ്റെ മനസ്സിനൊരു വിഷമാണ്. നീ എന്നെ തന്തയാക്കിയോ എന്നവൻ ചോദിക്കുകയാണ്. എന്നാൽ ഒരു 50 വയസ്സുകാരനോട് 40 വയസ്സൊക്കെ തോന്നുന്നുണ്ട്, എത്രയായി എന്ന് ചോദിച്ചാൽ, നീ എന്നെ കളിയാക്കുകയാണോ എന്ന് പുറത്തേക്ക് ചോദിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിലൊരു സന്തോഷമാണ്, മനസ്സിനൊരു റാഹത്താണ്. അപ്പം എനിക്ക് അത്ര പ്രായം തോന്നുന്നില്ല അല്ലേ എന്ന് അവൻ ചിന്തിക്കുകയാണ്. യഥാർത്ഥത്തിൽ മുഴുവൻ മനുഷ്യരുടെയും മനസ്സ് പ്രായം കുറവാണ് എന്ന് തോന്നിപ്പിക്കണമെന്നും അവൻ്റെ പ്രായം അവൻ്റെ മനസ്സ് അംഗീകരിക്കില്ലെന്നും ദീർഘകാലം ഇനിയും ഞാൻ ജീവിക്കുമെന്ന മനസ്സിലേക്ക് അവൻ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുമെന്നും മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ലാ യസാലു ഖൽബുൽ കബീരി ഷാബ, ഏതു പ്രായമുള്ള വ്യക്തിയുടെയും വൃദ്ധൻ്റെയും അങ്ങേയറ്റം വയസ്സുള്ള മനുഷ്യൻ്റെയും മനസ്സ് യുവാവായിരിക്കും. ഫിസ്നതൈനി, 2 വിഷയത്തിൽ. എത്ര വയസ്സായാലും 2 വിഷയത്തിൽ മനുഷ്യൻ്റെ മനസ്സ് ചെറുപ്പക്കാരനായിരിക്കും, യുവത്വമുള്ളവനായിരിക്കും. എന്നിട്ട് റസൂലുള്ളാഹ് ആ 2ഉം പഠിപ്പിക്കുകയാണ്. ഫി ഹുബ്ബിദ് ദുനിയാ വതൂലിൽ അമൽ, ഫി ഹുബ്ബിദ് ദുനിയാ, ദുനിയാവിനോടുള്ള സ്നേഹത്തിൻ്റെ കാര്യത്തിൽ, ദുനിയാവ് വെട്ടിപ്പിടിക്കുന്ന കാര്യത്തിലും ദുനിയാവിനോടുള്ള പ്രിയം വെക്കുന്ന വിഷയത്തിലും എപ്പോഴും മനുഷ്യൻ്റെ മനസ്സൊരു ചെറുപ്പാണ്. രണ്ടാമത് പറഞ്ഞത് എന്താ? വതൂലുൽ അമൽ, വതൂലിൽ അമൽ, അത് ആയുസ് ദീർഘിക്കണമെന്ന വിഷയത്തിലാണ്. ഇനിയും കുറേ കാലം ജീവിക്കൂ എന്ന് തന്നെയാണ് ഏത് പ്രായമുള്ള മനുഷ്യൻ്റെ മനസ്സും ഉള്ളിൻ്റെ ഉള്ളെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയും കുറച്ചു കാലമൊക്കെ ഉണ്ട് എന്ന് അവൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഐഹിക ജീവിതം എന്നത് വെറും 3 ദിവസമാണ്. മഹാന്മാരായ സലഫുകൾ പറഞ്ഞു, അദ്ദുനിയ സലാസത്തു അയ്യാം, മനുഷ്യരെ ഇഹലോകത്ത് നിങ്ങൾ വെറും 3 ദിവസമേ ജീവിക്കുന്നുള്ളൂ. 1 അൽ അംസ്, ഇന്നലെയാണ്. 2 അൽ യൗം, ഇന്നാണ്. 3 അൽ ഗദ്, നാളെയാണ്. ഏത് ദിവസം നോക്കുമ്പോഴും ഇന്നലെ, ഇന്ന്, നാളെ, അതിനപ്പുറം നിന്റെ ജീവിതത്തിൽ നിനക്കില്ല. എന്നിട്ട് പണ്ഡിതന്മാർ പറയുകയാണ്, അൽ അംസ്, ഇന്നലെ എന്നതുണ്ടല്ലോ, ഇഷ്നാഹു വലയ്യഊദ്, അത് ജീവിച്ചു കഴിഞ്ഞു, ഇനി തിരിച്ചു കിട്ടൂല. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഇന്നലെ എന്നൊരു ദിവസം, കഴിഞ്ഞുപോയ ഈ ഒരു ദിവസം നമുക്ക് തിരിച്ചു കിട്ടുകയില്ല. വൽ യൗം, രണ്ടാമത്തേത് ഇന്നാണ്. നഈഷുഹു, ഇതാ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. വലന്നദൂം, കുറേ സമയമൊന്നും ഇതുണ്ടാവുകയില്ല. ഇന്ന് സൂര്യൻ അസ്തമിച്ചാൽ രാത്രി 12 മണിയായാൽ ഈ ദിവസവും കഴിഞ്ഞു പോവുകയാണ്, തീർന്നു പോവുകയാണ്. സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ. എന്നിട്ട് അവർ പറഞ്ഞു വൽ ഗദ്, ഇനി 3ാമത്തേത് നാളെയാണ്. ലാ നദിരി ഐന സനകൂൻ, നാളെ നമ്മൾ ഉണ്ടാകുമോ? നാളെ നമ്മൾ എവിടെയായിരിക്കും? നാളെ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? പറയുക സാധ്യമല്ല. നാളെ എന്താകും എന്ന് പറയാനും കഴിയൂല. ഇന്നലെ ഇനി കിട്ടൂല. ഇന്നിനെ ഉപയോഗപ്പെടുത്തുക എന്നതാണ് വിശ്വാസികളെ നമുക്ക് ഭൂഷണമായിട്ടുള്ളത്. ഹസനുൽ ബസ്രി റഹിമഹുല്ല പറയുന്ന ഭാവന മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന ചില വരികളാണ്. മാ മിൻ യൗമിൻ യൻഷഖു ഫജ്റുഹു ഇല്ലാ യുനാദി വയഖൂൽ യബ്ന ആദം അന യൗമുൻ ജദീദ് വഅലാ അമലിക ഷഹീദ് ഫതസവ്വദ് മിന്നി ഫഇന്നി ഇദാ മളൈതു ലാ അഊദു ഇലാ യൗമിൽ ഖിയാമ. മാ മിൻ യൗമിൻ യൻഷഖു ഫജ്റുഹു ഇല്ലാ യുനാദി വയഖൂൽ. ഓരോ ദിവസവും നേരം പുലരുമ്പോൾ ആ ദിവസം മനുഷ്യനോട് വിളിച്ചു പറയുകയാണ്,
2024 ജൂലൈ മാസത്തിലെ ഇന്ന് നേരം പുലർന്നപ്പോൾ എന്നോട് വിളിച്ചു പറഞ്ഞു. എന്താ പറഞ്ഞത്? യബ്ന ആദം, മനുഷ്യ, അന യൗമുൻ ജദീദ്, നിന്റെ ജീവിതത്തിലേക്ക്, ആയുസ്സിലേക്ക് ഇതാ ഒരു പുതിയ ദിവസമായി ഞാൻ വന്നിരിക്കുകയാണ്. വഅലാ അമലിക ഷഹീദ്, ഇന്ന് നീ എന്തൊക്കെ ചെയ്യുമെന്ന് റബ്ബിൻ്റെ മുന്നിൽ സാക്ഷി പറയാനുള്ളവനാണ് ഞാൻ. ഫതസവ്വദ് മിന്നി, അതുകൊണ്ട് എന്നെ ഉപയോഗപ്പെടുത്തി നന്മകൾ ചെയ്തു കൂട്ടിക്കോ, ധാരാളം നന്മകൾ ചെയ്തോ, ഇബാദത്തിൽ മുഴുകിക്കോ, ഖുർആൻ ഓദിക്കോ, ദിക്റുകൾ ചൊല്ലിക്കോ, ദുആയിൽ മുഴുകിക്കോ, ദാനധർമ്മങ്ങൾ അധികരിപ്പിച്ചോ. ഫഇന്നി ഇദാ മളൈതു ലാ അഊദു ഇലാ യൗമിൽ ഖിയാമ, ഇന്ന് ഞാൻ നിന്നോട് വിട പറഞ്ഞാൽ നിന്റെ ജീവിതത്തിലേക്ക് ഈ ഒരു ദിവസം ഒരിക്കലും തിരിച്ചു വരൂല. നന്നായി നീ ഉപയോഗപ്പെടുത്തിക്കോ എന്ന് ഓരോ ദിവസവും പറയുന്നുണ്ടെന്ന് ഹസനുൽ ബസ്രി റഹിമഹുല്ല ഭാവനയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ഇസ്ലാമിക കലണ്ടർ തുടങ്ങിയതും ആദ്യ മാസം മുഹറമായി തെരഞ്ഞെടുത്തതും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലഘട്ടത്തിൽ സ്വഹാബികൾ കൂടിയാലോചിച്ചിട്ടാണെങ്കിലും മാസങ്ങളുടെ എണ്ണവും അതിൻ്റെ ക്രമവുമൊക്കെ ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 36-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞു, ഇന്ന ഇദ്ദത്തശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റാ, അല്ലാഹുവിൻ്റെ അടുക്കൽ വർഷത്തിലെ മാസങ്ങളുടെ എണ്ണം 12 എണ്ണമാകുന്നു. ഫീ കിതാബില്ലാഹ്, അല്ലാഹുവിൻ്റെ രേഖയിൽ, യൗമ ഖലഖസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളെ അവൻ സൃഷ്ടിച്ച അന്നു മുതൽ വർഷത്തിൽ 12 മാസങ്ങളാണ്. മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 എണ്ണം പവിത്രമാണ്. 4 മാസങ്ങൾ ഇതര മാസങ്ങളെ അപേക്ഷിച്ച് പവിത്രമായ മാസങ്ങളാണ്. ഏതാണ് സഹോദരങ്ങളെ ആ പവിത്രമായ 4 മാസങ്ങൾ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അസ്സമാനു ഖദ് ഇസ്തദാറ കഹൈഅതിഹി യൗമ ഖലഖല്ലാഹു അസ്സമാവാതി വൽ അർള്, ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്നു മുതൽ വർഷവും മാസവുമൊക്കെ അതിൻ്റെതായ കണക്കുപ്രകാരം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അസ്സനത്തു 12 ശഹ്റാ, അപ്പോൾ വർഷത്തിൽ 12 മാസങ്ങളുണ്ട്. മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 എണ്ണം പവിത്രമാണ്. സലാസത്തുൻ മുതവാലിയാത്ത്, അതിൽ 3 എണ്ണം തുടർച്ചയായി വരുന്ന മാസങ്ങളാണ്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, അത് തുടർച്ചയായി വരുന്ന മാസങ്ങളാണ്. വറജബ് മുളർ അല്ലദീ ബൈന ജുമാദ വ ശഅബാൻ, ജുമാദയുടെയും ശഅബാനിൻ്റെയും ഇടയിലുള്ള റജബാണ് 4ാമത്തേത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, രാവും പകലും മാറി മാറി വരുന്ന ഈ അവസ്ഥ അള്ളാഹുവാണ് സംവിധാനിച്ചു തന്നത് എങ്കിൽ എന്തിനാണ് ഈ സംവിധാനം? എന്തിനാണ് പകല്? എന്തിനാണ് രാവ്? എന്തിനാണ് ഇതിങ്ങനെ മാറി മാറി വരുന്നത്? എന്തിനാ ദിവസങ്ങൾ പിന്നിടുന്നത്? എന്തിനാ മാസങ്ങളും വർഷങ്ങളും പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും പിന്നിടുന്നത്? എന്തിനാണ്? മനുഷ്യരെ, നമുക്ക് ചിന്തിക്കാനാണ്. നമുക്ക് നന്ദിയുള്ളവരായി ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് റബ്ബ് പരിശോധിക്കാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നു. വിശുദ്ധ ഖുർആനിൻ്റെ 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിലെ 63-ാമത്തെ ആയത്താണ് ഖുതുബയുടെ തുടക്കത്തിൽ ഓതി വെച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖിൽഫ ലിമൻ അറാദ അയ്യദ്ദക്കറ ഔ അറാദ ശുകൂറാ. എത്ര കൃത്യമായാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് നോക്കൂ നിങ്ങൾ. വഹുവല്ലദീ, അല്ലാഹു ആകുന്നു, ജഅലൽ ലൈല വന്നഹാറ ഖിൽഫ, രാവും പകലും മാറി മാറി വരുന്നതാക്കിയത്. 24 മണിക്കൂർ കഴിയുമ്പോൾ അടുത്തൊരു ദിവസം ഇങ്ങനെ പിന്നിട്ട് വരുന്നത് സംവിധാനിച്ചത് അല്ലാഹു ആണ്. എന്തിന്? ലിമൻ അറാദ അയ്യദ്ദക്കറ, ലിമൻ അറാദ അയ്യദ്ദക്കറ, ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാൻ, ഉറ്റാലോചിക്കുന്നവർക്ക് ഉറ്റാലോചിക്കാൻ. ഔ അറാദ ശുകൂറ, നന്ദി കാണിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നന്ദി കാണിക്കാൻ. 2 കാര്യമാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ആലോചിച്ച് മനസ്സിലാക്കാനുള്ള വ്യക്തികൾക്ക് ആലോചിച്ച് മനസ്സിലാക്കാൻ. 2ാമത്തേത്, നന്ദി കാണിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നന്ദി കാണിക്കാൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഓരോ ദിവസവും നമ്മെ സംബന്ധിച്ചിടത്തോളം വിലപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് എല്ലാ മാസങ്ങളെയും എല്ലാ ദിവസങ്ങളെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടവനാണ് ഒരു മുസ്ലിം. അതിൽ തന്നെ പവിത്രമായ 4 മാസങ്ങളിൽ പ്രത്യേക പവിത്രത അവൻ കണക്കാക്കണം. അതിൽ തന്നെ അൽ മുഹറം മാസത്തിന് കൂടുതൽ പ്രത്യേകതകളുണ്ട്.
ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രവേശിക്കാനിരിക്കുന്ന അൽ മുഹറം മാസം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാസം എന്ന് അവിടുന്ന് പഠിപ്പിച്ച മാസമാണ്. ഷഹ്റുല്ലാഹ്, അല്ലാഹുവിൻ്റെ മാസം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാസം. ചില മാസങ്ങളെ അല്ലാഹു അങ്ങനെ ചേർത്തി പറഞ്ഞിരിക്കുകയാണ്. ചില വസ്തുക്കളെ അല്ലാഹു ചേർത്തി പറഞ്ഞിരിക്കുകയാണ്. ചില ഭവനങ്ങളെ അല്ലാഹുവിലേക്ക് ചേർത്തി പറഞ്ഞിരിക്കുകയാണ്. എല്ലാ പള്ളികളും അല്ലാഹുവിൻ്റെ ഭവനങ്ങളാണ്. പക്ഷേ മസ്ജിദുൽ ഹറമിനെ, കഅബ ഉൾക്കൊള്ളുന്ന ഭവനത്തെ അല്ലാഹു പ്രത്യേകം പറഞ്ഞതെന്താണ്? വതഹിർ ബൈതിയ ലിത്വാഇഫീന വൽഖായിമീന വറുക്കഇസ് സുജൂദ്. നിന്ന് നമസ്കരിക്കുന്നവർക്ക്, തവാഫ് ചെയ്യുന്നവർക്ക്, റുക്കൂഇലും സുജൂദിലും വീഴുന്നവർക്ക് വേണ്ടി എൻ്റെ ഭവനത്തെ നിങ്ങൾ ശുദ്ധീകരിക്കണം. എൻ്റെ ഭവനം, ബൈത്തിയ, എൻ്റെ ഭവനം എന്ന് ബൈത്തുല്ലാഹിൽ മുഹറം, കഅബയെ അല്ലാഹു പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. മുഹറം മാസത്തെ ഷഹ്റുല്ലാഹ്, അല്ലാഹുവിൻ്റെ മാസം എന്ന് പറഞ്ഞു. ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാ ഇത്തരം ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, വഖദ് സമ്മൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുഹറമ ഷഹ്റുല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുഹറം മാസത്തെ ഷഹ്റുല്ലാഹ്, അല്ലാഹുവിൻ്റെ മാസം എന്ന് പറഞ്ഞത് വ ഇലാഫത്തുഹു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ചേർത്തി പറഞ്ഞു എന്നത് തദുല്ലു അലാ ശറഫിഹി വ ഫളിഹി, ഈ മാസത്തിൻ്റെ ഷറഫും ഫളുലും കൊണ്ടാണ്, ഈ മാസത്തിൻ്റെ പവിത്രത കൊണ്ടും ആദരവ് കൊണ്ടുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിലേക്ക് ചേർത്തി പറഞ്ഞത്. കഅബയെ അല്ലാഹുവിലേക്ക് ചേർത്തി പറഞ്ഞതുപോലെ എല്ലാ മനുഷ്യരും എല്ലാ ജീവികളും അല്ലാഹുവിൻ്റേതാണ്. പക്ഷേ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ദൃഷ്ടാന്തമായി കൊടുത്ത ഒട്ടകത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു പ്രത്യേകം പറഞ്ഞതെന്താണ്? ഫഖാല ലഹും റസൂലുള്ളാഹി നാഖത്തുല്ലാഹി വസുഖിയാഹാ, നാഖത്തല്ലാഹി വസുഖിയാഹാ, അള്ളാൻ്റെ ഒട്ടകത്തെ നിങ്ങൾ ശ്രദ്ധിക്കണം, അതിന് നിങ്ങൾ വെള്ളം കൊടുക്കണം. ശത്രുക്കൾ അതിനെ അറുത്തു കളഞ്ഞു. സ്വാലിഹ് അലൈഹിസ്സലാം അവരോട് പറഞ്ഞു നോക്കി, സമൂദ് ഗോത്രത്തിന് ദൃഷ്ടാന്തമായി പാറക്കുള്ളിൽ നിന്ന് പിളർന്നു വന്ന ആ ഒട്ടകത്തെക്കുറിച്ച് അല്ല പറഞ്ഞത് നാഖത്തല്ലാ, അള്ളാൻ്റെ ഒട്ടകം എന്നാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ ചിലത് അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞുവെങ്കിൽ ഈ മാസത്തിൻ്റെ പവിത്രത നാം ഒരിക്കലും വിട്ടുകളയാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഷയത്തിന് ആദരവും പവിത്രതയും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ബഹുമാനം നമ്മിൽ ഉണ്ടെങ്കിൽ തന്നെ അതൊരു വലിയ ഖൈറായി മാറും എന്നാണ്. അങ്ങനെ തന്നെയാണ് ഖുർആൻ പറഞ്ഞത്. അല്ലാഹു പറഞ്ഞു, ദാലിക വമൻ യുഅല്ലിം ഹുർമാത്തില്ലാഹ്, അല്ലാഹ് പവിത്രമാക്കിയതിൻ്റെ പവിത്രത ആരെങ്കിലും കാത്തു സൂക്ഷിച്ചാൽ ഫഹുവ ഖൈറുൽ ലഹു, അതവനൊരു ഖൈറാണ്. ഈ മാസം പവിത്രമാണ്, മുഹറം പവിത്രമാണ് എന്നൊരാൾ വിശ്വസിച്ചാൽ, ആചരിച്ചാൽ, അംഗീകരിച്ചാൽ, അനുവദിച്ചാൽ ഫഹുവ ഖൈറുൽ ലഹു, അതവന് നന്മയാണ്. മുഹറം നല്ലൊരു മാസമാണ് എന്ന് ഒരാൾ അംഗീകരിച്ചാൽ അതവനൊരു നല്ല കാര്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജിലെ 30-ാമത്തെ ആയത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നു. അതേ സൂറത്തിലെ 32-ൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അങ്ങനെ അല്ലാഹ് പവിത്രമാക്കിയതിന് പവിത്രതയുണ്ട് എന്ന് വിശ്വസിക്കൽ ഈമാനും തഖ്വയും ഉണ്ട് എന്നതിനുള്ള ഒരു അടയാളമാണ്. ഖുർആൻ പറയാണ്, ذَلِكَ وَمَن يُعَظِّمْ شَعَائِرَ اللَّهِ فَإِنَّهَا مِن تَقْوَى الْقُلُوبِ. ആരെങ്കിലും അല്ലാഹ് പവിത്രമാക്കിയതിന് പവിത്രത കണക്കാക്കിയാൽ അത് മിൻ തഖ്വൽ ഖുലൂബ്, അവൻ്റെ ഹൃദയത്തിൽ തഖ്വയുണ്ട്, പടച്ചവനെ പേടിയുള്ള ഒരു മനുഷ്യനാണ് എന്നതിനുള്ള അടയാളമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മാത്രവുമല്ല, വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഹില്ലൂ ശആഇറല്ലാഹ് വലശ്ശഹ്റൽ ഹറാം. വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിൻ്റെ മതചിഹ്നങ്ങളെ, അല്ലാഹുവിൻ്റെ ചിഹ്നങ്ങളെ നിങ്ങൾ അനാദരിക്കരുത്. വലശ്ശഹ്റൽ ഹറാം, പവിത്രമായ മാസങ്ങളെയും നഹസാണ് എന്ന് നിങ്ങൾ പറയരുത്, മോശമാണ് എന്ന് നിങ്ങൾ കാണരുത്, പവിത്രതയില്ലെന്ന് നിങ്ങൾ പറയരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അല്ലാഹ് പവിത്രമാക്കിയ ഒരു മാസത്തെ നിങ്ങളായിട്ട് മോശമായി കാണരുത് എന്ന് വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പവിത്രമായ മാസങ്ങളെ നിങ്ങൾ അനാദരിക്കരുത് എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സഹോദരങ്ങളെ, എന്താണ് മുഹറം മാസത്തിന് ഇത്രത്തോളം വലിയ പ്രത്യേകത ഉണ്ടാകാൻ കാരണം? ജാഹിലിയത്തിൽ പോലും മുഹറം മാസത്തെ ആദരിച്ചു വന്നിരുന്നു എന്നാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഹറം 10-ന്റെ ആശൂറാ നോമ്പ് ആദ്യം നിർബന്ധമായിരുന്നു. പിന്നീട് റമദാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടപ്പോൾ ഇത് ഐച്ഛികമാക്കി മാറ്റുകയായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും.
ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന യൗമു ആശൂറ തസൂമുഹു ഖുറൈശ് ഫീൽ ജാഹിലിയ. ജാഹിലിയ കാലത്ത് ഖുറൈശികൾ പോലും മുഹറം 10 നോമ്പെടുക്കുമായിരുന്നു. വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമുഹു, അല്ലാഹുവിൻ്റെ റസൂലും ആ ദിവസം നോമ്പെടുക്കുമായിരുന്നു. ഫലമ്മാ ഖദിമൽ മദീന സ്വമഹു വഅമറ ബിസിയാമിഹി. മദീനയിലെത്തിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അനുഷ്ഠിക്കുകയും മറ്റുള്ളവരോട് അനുഷ്ഠിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു, നിർബന്ധമാക്കി കൽപ്പിച്ചു. ഫലമ്മാ ഫുരിള റമളാൻ തറക യൗമ ആശൂറാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റമളാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടപ്പോൾ ആശൂറയിലെ നിർബന്ധ അവസ്ഥ എടുത്തു കളഞ്ഞു. ഫമൻ ശാഅ സ്വമഹു വമൻ ശാഅ തറകഹു. ഉദ്ദേശിക്കുന്നവർ ചെയ്യുക, അല്ലാത്തവർ ഉപേക്ഷിക്കുക. അഥവാ ഐച്ഛികമായ പ്രതിഫലാർഹമായ ഒരു കാര്യമായി അതിനെ പഠിപ്പിക്കുകയാണ് പിന്നീടുണ്ടായത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ രേഖപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയും അനുയായികളും ഫിറഔനിൻ്റെയും ശത്രുക്കളുടെയും കിരാതമർദ്ദനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട ദിവസമാണ് മുഹറം 10. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നു. എല്ലാവരും ആ ദിവസം നോമ്പെടുക്കുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് ചോദിച്ചറിയാണ്, മാ ഹാദൽ യൗമുല്ലദീ തസൂമൂനഹു. എന്താ അപ്പോൾ അവരിങ്ങനെ നോമ്പെടുക്കാൻ മാത്രം ഈ ദിവസത്തിനൊരു പ്രത്യേകതയുള്ളത്? ഫഖാലു, അവർ പറഞ്ഞു കൊടുത്തു, ഹാദാ യൗമുൻ അളീം, ഇതൊരു മഹത്വമുള്ള ദിവസമാണ്. അൻജല്ലാഹു ഫീഹി മൂസാ വഖൗമഹു, മൂസാ നബിയെയും അനുയായികളെയും അല്ലാഹു രക്ഷപ്പെടുത്തിയ ദിവസമാണ്. വഗറക ഫിർഔന വഖൗമഹു, ഫിർഔനിനെയും അവൻ്റെ ആളുകളെയും അല്ലാഹു മുക്കി നശിപ്പിച്ച ദിവസമാണ്. ഫസ്വാമഹു മൂസ, അതുകൊണ്ട് തന്നെ മൂസ അലൈഹിസ്സലാം ആ ദിവസം നോമ്പെടുക്കുമായിരുന്നു. ശുക്രൻ, ഒരു നന്ദി എന്നോണം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫനഹ്നു അഹഖു വഔലാ ബിമൂസാ മിൻകും. എന്നാൽ മൂസാ നബിയോട് നിങ്ങൾക്ക് ഉള്ളതിലേറെ ബന്ധം പ്രവാചകനായ എനിക്കാണ്, അതുകൊണ്ട് ഞാനും അന്ന് എടുക്കുകയാണ് എന്ന് പറയുകയും ഫസ്വാമഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് നോമ്പെടുത്തു. വഅമറ ബിസിയാമിഹി, അനുയായികളോട് അന്ന് നോമ്പെടുക്കാൻ വേണ്ടി പഠിപ്പിക്കുകയും ചെയ്തു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഈ 10 മാത്രം ഒരു പ്രത്യേകത നൽകുമ്പോൾ അത് അവരോട് സാദൃശ്യം പുലർത്താകുമോ എന്ന് ഭയന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 9 കൂടി അടുത്ത വർഷം ഞാൻ നോമ്പെടുക്കും എന്ന് പറയുകയും മുഹറം 9 കൂടി ആ ഒരു സുന്നത്ത് നിശ്ചയിക്കപ്പെടുകയും ചെയ്തു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ആ പറഞ്ഞ വർഷം ജീവിച്ചിരുന്നിട്ടില്ലെങ്കിലും പണ്ഡിതന്മാർ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഒന്നുകിൽ 9 അല്ലെങ്കിൽ 11 കൂടി 10 കൂടെ നോമ്പെടുക്കുന്നതാണ് ഏറ്റവും ഉചിതമായ രൂപം. മുഹറം 10 മാത്രം എടുക്കാതെ ഒന്നുകിൽ മുഹറം 10 11 അല്ലെങ്കിൽ മുഹറം 9 10 നോമ്പെടുക്കുക എന്നത് വലിയ പുണ്യമാണ് എന്ന് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നു. സഹോദരങ്ങളെ, എന്താണ് അതിൻ്റെ പ്രതിഫലമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സിയാമു യൗമി ആശൂറാ, ആശൂറാ ദിവസത്തെ നോമ്പുണ്ടല്ലോ, ഇന്നി അഹ്തസിബു അലല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് അതിന് പ്രതിഫലമായി എനിക്ക് പ്രതീക്ഷിക്കാനുള്ളത് അയുകഫിറ സനത്തല്ലതി ഖബ്ലഹ്, കഴിഞ്ഞ ഒരു വർഷത്തെ പാപം അത്രയും പൊറുത്തു കിട്ടലാണ്. ചെറുദോഷങ്ങൾ, ഒരു വർഷത്തെ മുഴുവൻ ചെറുദോഷങ്ങളും പൊറുക്കപ്പെടുക എന്നതാണ് എനിക്ക് പ്രതീക്ഷിക്കാനുള്ളത് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, പവിത്രമായി കണ്ടതിനെ പവിത്രമായി തന്നെ കാണാൻ നാം ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു ഹിജറ വർഷം കൂടി തീർന്നു പോവുകയും ഒരു പുതിയ ഹിജറ വർഷത്തെ സ്വീകരിക്കാനിരിക്കുകയും ചെയ്യുന്ന നമ്മുടെ ആയുസ്സിൽ എത്ര നന്മകൾ ചെയ്യാൻ സാധിച്ചു എന്ന് ആത്മപരിശോധന നടത്തേണ്ടതുണ്ട് എന്നും ജീവിതത്തിൽ കിട്ടിയ അവസരങ്ങൾ എപ്പോഴും ലഭിച്ചു കൊള്ളണമെന്നില്ല എന്നും, അതുകൊണ്ട് തന്നെ മരിക്കാനായി എന്നൊരു ബോധം
എൻ്റെ ആയുസ് തീരുകയാണ് എന്ന ഒരു ചിന്ത എപ്പോഴും നിലനിർത്തേണ്ടതുണ്ട് എന്നും നാം മനസ്സിലാക്കുകയുണ്ടായി. ഹിജറ വർഷം ആരംഭിക്കുന്നത് ഷഹറുല്ലാ, അള്ളാഹുവിൻ്റെ മാസം എന്ന് പറയപ്പെട്ടിട്ടുള്ള അൽ മുഹറം മാസമാണ് എന്നും അതിൻ്റെ പവിത്രതയും ഈ മാസത്തിൽ പ്രത്യേകം അനുഷ്ഠിക്കാനുള്ള നോമ്പുമൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. പലപ്പോഴും മുഹറം പവിത്രമായ മാസമായിട്ട് പോലും അതിൻ്റെ പവിത്രതയെ മനസ്സിലാക്കാതെ, കാത്തു സൂക്ഷിക്കാതെ അതിനെ മോശമായി കാണുന്ന, നഹസായി മാറ്റുന്ന കുറേ ആളുകളെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മുഹറം മാസത്തിലെ ആദ്യ 10 ദിവസങ്ങൾ നല്ലതൊന്നും ചെയ്യാൻ പാടില്ല എന്നും അത് ദുശ്ശകുനമാണ് എന്നും വീട് കൂടലും കല്യാണവും പോലുള്ള കട ഉദ്ഘാടനം പോലുള്ള വിഷയങ്ങൾ ഈ 10 ദിവസത്തിൽ വിലക്കപ്പെട്ടിട്ടുണ്ട് എന്നും അത് ശരിയല്ല എന്നുമൊക്കെ പറയുന്ന ആളുകളെ നാം സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു ചിന്താഗതി കടന്നു വന്നത് തന്നെ ഷിയാക്കളിൽ നിന്നാണ്. ഇസ്ലാമിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ശത്രുക്കൾ മെനഞ്ഞുണ്ടാക്കിയ പിഴച്ച കക്ഷികളിൽ നിന്നാണ് ഈ ഒരു ചിന്താഗതി തന്നെ കടന്നു വന്നിട്ടുള്ളത്. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹുവിൻ്റെ മകൻ മുഹറം 10 കർബലയിൽ വെച്ച് അതിദാരുണമായ രൂപത്തിൽ കൊല്ലപ്പെടുകയും അതിനാൽ ആ മുഹറം 10 വരെ, ആ മാസത്തിലെ 10 ദിവസം ദുഃഖാചരണം ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുകയും പറഞ്ഞുണ്ടാക്കുകയും ചെയ്ത ഷിയാക്കളോട് സാദൃശ്യം പുലർത്തുന്ന രൂപത്തിലേക്കാണ് ഇന്ന് നഹസ് ആചരിക്കുന്ന ആളുകൾ മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിൽ പോലും ചില കലണ്ടറുകളിൽ മുഹറം 10 ആദ്യത്തെ 10 ദിവസവുമൊക്കെ നഹസായി കണക്കാക്കുന്ന രീതിയുണ്ട് എന്നത് എത്രത്തോളം ഗൗരവമുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ലാ തസുബ്ബുദ്ദഹർ, കാലഘട്ടത്തിലെ ഒരു ദിവസത്തെയും നിങ്ങൾ ചീത്ത പറയരുത്. ഒരു ദിവസവും മോശമല്ല സഹോദരങ്ങളെ. ചൊവ്വാഴ്ചക്ക് മറ്റു ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ദുശ്ശകുനവുമില്ല. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മണിക്കൂറിന്, ഏതെങ്കിലും ഒരു സമയത്തിന് ഒരു ദോഷവും ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടില്ല. ഏതെങ്കിലും ഒരു മാസത്തിന് ഇസ്ലാം ഒരു ദോഷവും പഠിപ്പിച്ചു തന്നിട്ടില്ലെന്ന് മാത്രമല്ല, ഫഇന്നല്ലാഹ ഹുവദ്ദഹർ, അല്ലാഹുവാണ് കാലം, ബിയദിഹിൽ ലൈലു വന്നഹാർ, അവൻ്റെ കയ്യിലാണ് രാവും പകലും. സമയത്തെയും ദിവസത്തെയും നിങ്ങൾ ശകുനമായി കാണരുത് എന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. എത്രത്തോളം അവിടുന്ന് പറഞ്ഞു, ലാ തഖൂലു ഹൈബത്തദ്ദഹർ, കാലഘട്ടത്തിൻ്റെ മോശമെന്ന്, കഷ്ടകാലമെന്ന്, മോശം ദിവസമെന്ന്, ഇതെന്തൊരു ദിവസമാണ് എന്ന്, ഇന്നൊന്നിനും കൊള്ളാത്തൊരു ദിവസമെന്ന് ഒരിക്കലും നിങ്ങൾ പറഞ്ഞു പോകരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇസ്ലാം മോശമായി കാണാത്ത ഒന്നിനെ എങ്ങനെയാണ് നാം മോശമായി കാണുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ചില ഭാര്യമാരുടെ തൃപ്തിക്കു വേണ്ടി മറ്റൊരു ഭാര്യയിൽ നിന്ന് സ്ഥിരമായി കുടിക്കുന്ന തേൻ കുടിച്ചതിൻ്റെ പേരിൽ ദുഷിച്ച മണമുണ്ടല്ലോ എന്ന് മറ്റു ഭാര്യമാർ പറഞ്ഞതിൻ്റെ പേരിൽ ഇനി ഞാൻ തേൻ കുടിക്കില്ലെന്ന് തീരുമാനിച്ചപ്പോൾ അള്ളാഹു ഖുർആനിൽ ഒരു സൂറത്തിറക്കി. ഖുർആനിൻ്റെ 66-ാം അധ്യായം സൂറത്തു തഹരീമിൻ്റെ തുടക്കത്തിൽ പ്രവാചകരെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹൻ നബിയു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക് തബ്തഗി ബർലാത അസ്വാജിക്. യാ അയ്യുഹൻ നബിയു, ഓ പ്രവാചക, ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക്, അല്ലാഹു അനുവദിച്ച ഒന്നിനെ നിങ്ങൾ എങ്ങനെയാണ് ഹറാമാക്കുക? തബ്തഗി ബർലാത അസ്വാജിക്, ഭാര്യമാരുടെ തൃപ്തിക്ക് വേണ്ടി അല്ലാഹു അനുവദനീയമെന്ന് പറഞ്ഞ ഒന്നിനെ നിങ്ങൾ എങ്ങനെ ഹറാമാക്കും? വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു പുറത്തു തരും, അല്ലാഹു കരുണ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തുന്ന ആയത്തിറങ്ങുകയാണ്. എങ്ങനെയാണ് ആദ്യത്തെ 10 ദിവസം കട ഉദ്ഘാടനം പാടില്ലെന്ന് പറയുക? എങ്ങനെയാണ് വീട് കൂടൽ അനുവദനീയമല്ലെന്ന് പറയുക? അല്ലാഹു നിഷിദ്ധമാക്കാത്തത്, റസൂലുള്ള പഠിപ്പിക്കാത്തത് ദീനിന്റെ പേരിൽ എങ്ങനെ പറയാനാകും സഹോദരങ്ങളെ? ഗൗരവമുള്ള കാര്യമല്ലേ? മാത്രവുമല്ല, ഇത് അന്യമതസ്ഥരോട് സാദൃശ്യം പുലർത്തലല്ലേ? പിഴച്ച കക്ഷികളുടെ സമ്പ്രദായമല്ലേ? ഗൗരവത്തോടുകൂടി തന്നെ ആ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 37-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, ഇന്നമൻ നസീഉ സിയാദത്തുൻ ഫിൽ കുഫർ. അങ്ങനെ ഒരു മാസത്തിന് മോശം, ഒരു മാസത്തിന് നല്ലത് എന്ന് ഇസ്ലാം പഠിപ്പിച്ച 4 മാസത്തിൻ്റെ പവിത്രത അവരുടെ സൗകര്യത്തിനു വേണ്ടി മാറ്റിയ ചില മുശ്രിക്കീങ്ങളെ കുറിച്ച് പറഞ്ഞത് ഇന്നമൻ നസീഉ സിയാദത്തുൻ ഫിൽ കുഫർ, അത് അവിശ്വാസത്തിലുള്ള വർധനവാണ്.
അവർ കാഫിരീങ്ങളാണ് എന്നതിൻ്റെ വർധനവ് കൂടുകയാണ് എന്ന് അവിടുത്തെ കാഫിറുകളെ കുറിച്ച് പറഞ്ഞുവെങ്കിൽ അവരോട് സാദൃശ്യം പുലർത്തുന്ന ഒന്നും മുഅ്മിനീങ്ങളായ നമ്മുടെ അടുക്കൽ കാഫിറുകളോട് സാദൃശ്യം പുലർത്തുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. സഹോദരങ്ങളെ, പവിത്രമായ ഈ മാസത്തിൽ നന്മകൾ ധാരാളമായി ചെയ്യുക എന്നല്ലാതെ ഇതിനെ മോശമായി കാണുക എന്നത് അത്തരത്തിലുള്ള ആളുകൾ എതിരാകുന്നത് അള്ളാഹുവിനോടാണ്, അവൻ്റെ പ്രവാചകൻ്റെ അധ്യാപനങ്ങളോടാണ്, അവൻ്റെ കലാമായ ഖുർആനിനോടാണ്, അള്ളാഹുവിൻ്റെ മാസമായ പവിത്രമായ മുഹറം മാസത്തോടാണ്, അള്ളാഹു പവിത്രമാക്കിയ അവൻ്റെ മതചിഹ്നങ്ങളോടാണ് എന്ന് മനസ്സിലാക്കുകയും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കുകയും ചെയ്യുക. ആയുസ് തീർന്നു പോകുന്നു എന്ന ബോധമുണ്ടാവുക, മരണത്തിന് മുന്നേ നന്നായി ഒരുങ്ങുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്തു തരണം റഹ്മാനെ. നിന്റെ സ്വർഗം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണം യാ അള്ളാഹ്. കടം കൊണ്ടും മറ്റും ബുദ്ധിമുട്ടുന്നവർക്ക് അതിൽ നിന്ന് മോചനം നൽകണം റഹ്മാനെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, ശിഫ നൽകണം യാ അള്ളാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا صيامنا وقيامنا وركوعنا وسجودنا واعتدالنا ودعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا وأستغفر الله لي ولكم فاستغفروا إنه هو الغفور الرحيم. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.